ദില്ലി സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതമാക്കി NIA. ഫരീദാബാദ് ഭീകര സംഘം ഉപയോഗിച്ചിരുന്ന മൂന്നാമത്തെ കാറും കണ്ടെത്തി. തെറ്റായ വിവരം പ്രസിദ്ധീകരിച്ചതിൽ അൽ ഫലാഹ് സർവകലാശാലയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. അതേസമയം സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 13 ആയി. ഡോക്ടർ ഷഹീന്റെ ഉടമസ്ഥതയുള്ള കാറാണ് അൽഫലാഹ് സർവകലാശാലയിൽ നിന്ന് കണ്ടെടുത്തത്. വാഹനത്തിൽ ഫോറൻസിക് വിദഗ്ധരും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. അതേസമയം സർവകലാശാലയുടെ NAC അക്രഡിറ്റേഷൻ കാലാവധി അവസാനിച്ചതായി ചൂണ്ടിക്കാട്ടി അധികൃതർ നോട്ടീസ് അയച്ചു. വിഷയത്തിൽ ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനും നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ സെന്റർ ആവശ്യപ്പെട്ടു. ഉമർ അടക്കമുള്ള സംഘം 5 വാഹനങ്ങൾ വാങ്ങിയെന്നാണ് അന്വേഷണ ഏജൻസിയുടെ നിഗമനം. മറ്റു വാഹനങ്ങൾക്കായുള്ള തിരച്ചിലും പുരോഗമിക്കുകയാണ്. നിലവിൽ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 13 ഉയർന്നു. LNJP ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ബിലാലാണ് മരിച്ചത്. പൊട്ടിത്തെറിച്ച വാഹനത്തിലുണ്ടായിരുന്നത് ഡോക്ടർ ഉമർ തന്നെയെന്ന DNA പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ഉമറിന്റെ മാതാവിന്റെ സാമ്പിൾ ഒത്തുനോക്കിയായിരുന്നു സ്ഥിരീകരണം. കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം സുരക്ഷാ വീഴ്ചയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, ദില്ലി.